ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ഉപകാരമാകുന്നൊരു വീഡിയോ ആണ്. എന്താണെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത്. നൊയമ്പ് കഞ്ഞി. നൊയമ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നൊയമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ആശാളിയും ഉലുവായും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുരുമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു ഗ്ലാസ് പച്ചരി, ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു കുക്കറിനകത്തോട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പച്ചരിയാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിരിക്കുന്നത്. പൊടിയരി വേണ്ടവർക്ക് പൊടിയരി എടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. നൊയമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ അറിയുന്നവരും കാണും, അതേപോലെ അറിയാത്തവരും കാണും. എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നൊയമ്പ് അടുത്ത് വരുമല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇത് ഡെയിലി ഉണ്ടാക്കേണ്ടതാണ്. കാരണം പള്ളികളിലൊക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ആയത് കാരണം പള്ളിയെല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കുക. അത് കാരണം ആർക്കും ഇനി പള്ളിയിൽ നിന്ന് കിട്ടാറില്ല. അത് കാരണം ഇനി എല്ലാവരും വീട്ടിലുണ്ടാക്കേണ്ടി വരും. അത് കാരണമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. അത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകട്ടെ. നൊയമ്പ് തുറന്ന ഉടനെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരിക്കും, ജ്യൂസും ഒക്കെ കുടിച്ച്. അപ്പോൾ ചൂടോടെ ഈ ഒരു ഗ്ലാസ് കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീണം എല്ലാം മാറിക്കിട്ടും. അതേപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ ഹെൽത്തി ആയ ഒരു ഐറ്റമാണിത്. നൊയമ്പ് പിടിച്ചവർക്കും കുടിക്കാൻ നല്ലതാണ്, അതേപോലെ തന്നെ നൊയമ്പില്ലാത്തവർക്കും കുടിക്കാൻ നല്ലതാണ്. നൊയമ്പ് കഞ്ഞി വേകുന്ന ടൈമിൽ നമുക്ക് തേങ്ങ എല്ലാം കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ പകുതി മുറി തേങ്ങ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും, ഒരു ചെറിയ സ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് ഇവിടെ ചേർക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ജാറിനകത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരിക. ഇനി നൊയമ്പിന് എല്ലാവർക്കും വീട്ടിൽ നൊയമ്പ് കഞ്ഞി ഉണ്ടാക്കാമല്ലോ. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി അടിപൊളി ഓരോ ഐറ്റംസുമായിട്ട് നമുക്കിനി കാണാം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ അരച്ചെടുത്തുകൊണ്ട് വന്ന തേങ്ങയാണ് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കഞ്ഞിയിലോട്ട് ചേർക്കുന്നത്. ഇപ്പോൾ കഞ്ഞി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ വെള്ളം കുറവാണ് ചേർത്തത്, അത് കാരണമാണ് വെള്ളമില്ലാത്തത്. പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ വാട്ടർ കൂടുതൽ ചേർത്താൽ കുറച്ച് വാട്ടർ അധികം കിട്ടും. ഞാനിപ്പോൾ തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ കുറച്ച് വാട്ടർ കൂടെ ചേർത്ത് ഒന്നുകൂടെ ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. ഈ കഞ്ഞി കുടിക്കുന്നത് കുറുകിയാണ് കുടിക്കുന്നത്, അതായത് ലൂസായിട്ട് കുടിക്കാറില്ല. കട്ടിക്കാണ് ഈ കഞ്ഞി കുടിക്കേണ്ടത്. നൊയമ്പ് കഞ്ഞിയുടെ പ്രത്യേകതയെ അതാണല്ലോ, കട്ടിക്കാണല്ലോ കുടിക്കേണ്ടത്. നമ്മുടെ നൊയമ്പ് കഞ്ഞി ഇവിടെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നൊയമ്പ് കഞ്ഞി എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, സൂപ്പറല്ലേ. നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ ഒരു ഐറ്റമാണിത്. എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമാകട്ടെ. എല്ലാവർക്കും അഡ്വാൻസ് റമളാൻ ആശംസകൾ. നമുക്കിനി ഓരോ ദിവസവും ഓരോ അടിപൊളി ഐറ്റംസുമായിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മുടെ കഞ്ഞി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പറല്ലേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഈ കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് റമളാൻ ആശംസകൾ. അപ്പം ലോക്ക്ഡൗൺ ആയത് കാരണം എല്ലാവരും സേഫായിട്ട് വീടിനുള്ളിലിരിക്കൂ, ഹെൽത്തി ആയിട്ടിരിക്കൂ. നമുക്ക് അടിപൊളി ഒരു വീഡിയോയുമായി നെക്സ്റ്റ് കാണാം. ബൈ ബൈ.